അനാഥരായവരെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കെ.എൻ. കുറുപ്പിൻ്റെയും എ.വി. കുട്ടിമാളു അമ്മയുടെയും ത്യാഗധപനമായ ജീവിതം മാനവ സമൂഹത്തിന് എന്നും മാതൃകയാണെന്നും അവരുടെ ജീവിത മാതൃക ഒരിക്കലും വിസ്മൃതമാകില്ലെന്നും കോഴിക്കോട് എം.പി. എം.കെ. രാഘവൻ പറഞ്ഞു. വെസ്റ്റ് ഹിൽ അനാഥ മന്ദിരത്തിൽ മന്ദിരം സ്ഥാപകൻ കെ.എൻ. കുറുപ്പിൻ്റെയും സ്ഥാപകാധ്യക്ഷ എ.വി. കുട്ടിമാളു അമ്മയുടെയും ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത അനാഥ മന്ദിരം ഭാരവാഹികളെ അഭിനന്ദിച്ച എം.പി. അനാഥ മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ശ്രീബുദ്ധ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ശിവഗിരി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ നിർവഹിച്ചു. സമാജം പ്രസിഡന്റ് ഷനൂബ് താമരക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീഷ് കേശവപുരി, മുൻ പ്രസിഡന്റ് കാനാട്ട് വത്സരാജ്, ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം. രാജൻ, വി.ആർ. രാജു, കെ. ബിനുകുമാർ, ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ശംഭു നമ്പൂതിരി, സൂപ്രണ്ട് റീജാമ്പായി എന്നിവർ പ്രസംഗിച്ചു. മുൻ സെക്രട്ടറി കാനാട്ട് വത്സരാജ്, കെ.എൻ. കുറുപ്പിൻ്റെ പേരമകൾ പൂർണിമ സുനിൽ, കുട്ടിമാളു അമ്മയുടെ പേരമകൻ ശങ്കരൻ മേനോൻ, സ്മൃതി മണ്ഡപത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ച ജോഷി പേരാമ്പ്ര, ഷാജഹാൻ ടി.പി. എന്നിവരെ എം.കെ. രാഘവൻ എം.പി. പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. എം.കെ. രാഘവൻ എം.പിക്ക് അനാഥ മന്ദിര സമാജത്തിൻ്റെ ഉപഹാരം സെക്രട്ടറി സുധീഷ് കേശവപുരി നൽകി. ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി രൂപം നൽകിയ ഫോർ ഹോം സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന യശസ്വീയനായ കെ.എൻ. കുറുപ്പിൻ്റെയും യശസ്വീയനായ കുറുപ്പ് അവർക്ക് ശേഷം 55 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിൽ വീക്ഷിക്കുന്ന നമ്മളെല്ലാം വിളിച്ചു പറയുന്ന ഓഫോയിലേക്ക് നാമധേയത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ട സ്മൃതി മണ്ഡപത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കാൻ ഈ അവസരം